MDNS മീഡിയയിലേക്ക്. പ്രിയരെ, ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞങ്ങൾ മുതിരുന്നത് വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇപ്പോൾ സഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ സമ്മേളിച്ചിരിക്കുന്ന സൂനകദോസ് പിതാക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സൂനകദോസിന് ഒരു പ്രത്യേകതയുണ്ട്. അഭിമന്യ കർദിനാൾ ആലഞ്ചേരി മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്ത ഒഴിവായ പശ്ചാത്തലത്തിൽ പകരക്കാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ സമയത്ത് വിശ്വാസികളായ ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ആരെ തിരഞ്ഞെടുക്കണം എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് മാർത്തോമാ നസ്രാണി സംഘം എന്ന ഞങ്ങളുടെ സംഘടന ഇന്ത്യൻ ഭരണഘടനാനുസൃതമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമൂഹ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അത് പങ്കുവയ്ക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ആരെ തിരഞ്ഞെടുക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അത് കണ്ടെത്താനും തിരഞ്ഞെടുക്കാനും കഴിയുന്ന വിവരമുള്ള പിതാക്കന്മാരാണ് ഞങ്ങൾക്കുള്ളത്. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ ആരെ തിരഞ്ഞെടുക്കരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില പിതാക്കന്മാരുടെ പ്രവർത്തികൾ സമൂഹ മധ്യത്തിൽ സഭയുടെ യശസ്സിനും അന്തസ്സിനും ഇടിവ് സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉദാഹരണമായിട്ട് തലശ്ശേരിയുടെ അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാമ്പിളാനി വാപോയ കോടാലി പോലെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് സഭയെ ആക്ഷേപിക്കുക, സഭാ നിലപാടുകൾക്ക് കളങ്കം വരുത്തുക, സർവോപരി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി വാസിൽ പിതാവ് ഉണ്ടാക്കിയെടുത്ത നിർദ്ദേശങ്ങളെ തുരങ്കം വയ്ക്കുവാൻ പാകത്തിന് ഒരു നവപാഷാണങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലാണ് മാർ പുത്തൂർ ബോസ്കോ മെത്രാൻ എറണാകുളത്ത് വന്ന് ഇപ്പോൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സഭയെ കുളം തോണ്ടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കരുത്. കാരണം അദ്ദേഹം പാകമാകാതെ പഴമായൊരു ഫലമാണ്. നമുക്കറിയാമല്ലോ, ഏതൊരു വൃക്ഷത്തിൻ്റെയും ഫലം സ്വാദിഷ്ടമായി ഭക്ഷിക്കാൻ കഴിയണമെങ്കിൽ അത് മൂത്ത് പഴുക്കണം. ഇത് പാകമാകാതെ സമ്മർദ്ദത്തിലൂടെ പഴുപ്പിച്ച കല്ല് വെച്ചോ പുകച്ചോ പഴുപ്പിച്ചെടുക്കുന്ന പഴം പോലെ ആ പരുവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മെത്രാപ്പോലിത്ത, സഹായ മെത്രാൻ വരെ ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു, നല്ല കാര്യം. പക്ഷേ മെത്രാപ്പോലിത്തയാകാനുള്ള പക്വത അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വ്യക്തി ഫരീദാബാദ് രൂപതയുടെ മെത്രാനായ ഭരണിക്കുളങ്ങര യാതൊരു കാരണവശാലും സഭയുടെ തലപ്പത്തേക്ക് വരാൻ പാടില്ല. കാരണം അദ്ദേഹം വത്തിക്കാൻ്റെ രാജ്യാന്തര ബന്ധങ്ങളിൽ ഉന്നത സ്ഥാനം വഹിച്ചപ്പോൾ തന്നെ ഒരു പരാജയമാണെന്ന് തെളിയിച്ചവരാണ്. അങ്ങനെ തെളിയിച്ച ഒരാൾ ദൗർഭാഗ്യവശാൽ മെത്രാപ്പോലിത്ത പദവി നേടി ഒരു രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്നു. ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ അവിടുത്തെ വിശ്വാസികൾ ധീരതയുടെ നിലപാട് എടുത്തിരുന്നത് കൊണ്ടാണ് അവിടെ ഏകീകൃത ബലിയർപ്പണം നടക്കുന്നത്. അതിന് അഭിമാനിക്കാൻ കഴിയുന്നത് അവിടുത്തെ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾ ഒഴിച്ച് ആര് വന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം അവരെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തതായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിനാൽ സഭാപിതാക്കന്മാരെ സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കട്ടെ. ഇത് പറയുമ്പോൾ ഇവർക്കാർക്കും എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യസാധ്യത്തിനും അങ്ങോട്ട് വരില്ല. എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ വേണ്ട, അവർക്ക് ജോലി വേണ്ട, ആരുടെയെങ്കിലും ജോലിക്ക് ശുപാർശ ചെയ്യാൻ ഞാൻ വരികയുമില്ല. അതുകൊണ്ട് അത്തരമുള്ളൊരു കടപ്പാട് എനിക്ക് വേണ്ട. ഞാൻ എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾ നിർദ്ദേശിച്ചാൽ ആത്മാർത്ഥമായി ആ പണി ചെയ്യും. ഇല്ല, വീട്ടിൽ കിടന്നുറങ്ങുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ദൈവോന്മുഖമായൊരു നിലപാടിലൂടെ സഭയ്ക്ക് അനുയോജ്യമായ തലവനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമേ എന്ന് വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.